ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, ജോബിൻ്റെ പുസ്തകം 14 വാക്യം ഇങ്ങനെ ചോദിക്കുന്നു: മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? നമുക്ക് ഏവർക്കും എപ്പോഴെങ്കിലും വരുന്ന ഒരു ചിന്തയാണിത്. മരണാനന്തര ജീവിതമുണ്ടെന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. സഭാപ്രസംഗി 12:7 പറയുന്നത് കേൾക്കൂ: പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. ദൈവത്തിൻ്റെ അടുത്തെത്തുന്ന നാം എങ്ങനെയുള്ള സ്ഥലത്തായിരിക്കും എത്തുന്നത്? 1 കൊരിന്ത്യർ 2:9 പറയുന്നത് കേൾക്കൂ: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. പക്ഷേ എല്ലാവരും ഈ സ്ഥലത്തെത്തുമോ? ഇല്ല എന്ന് ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ലൂക്കോസ് 23 ക്രൂശിലെ 2 കള്ളന്മാരിൽ ഒരുവൻ യേശുവിനോട് പറയുന്നതും യേശു അതിന് നൽകുന്ന മറുപടിയും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ലൂക്കോസ് 23:47. പിന്നെ അവൻ, യേശുവേ, നിന്റെ രാജ്യത്തിൽ നീ രാജാവായി വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നെന്ന് പറഞ്ഞു. ഇതിൽ പരം എന്ത് തെളിവ് വേണം? മരിച്ചാൽ ആ കള്ളനെ പോലെ അനുതപിച്ച് യേശുവിലും യേശുവിൻ്റെ രാജ്യത്തിലും വിശ്വസിച്ചാൽ മരിച്ച ആത്മാവ് ചെന്നെത്തുന്ന ഇടം പറുദീസയാണ്. അപ്പോൾ അങ്ങനെ അല്ലാത്തവരോ? അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ യേശു പറഞ്ഞ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ പറയുന്നത് മനസ്സിലാക്കണം. ധനവാൻ ചെന്നെത്തുന്നത് യാതനാ സ്ഥലത്തും ലാസർ അബ്രാഹാമിൻ്റെ മടിയിലും. ലാസറും അബ്രാഹുമെല്ലാം സുഖകരമായ സ്ഥലത്താണ്, എന്നാൽ ധനവാന്റെ സ്ഥിതി അതല്ല. ലൂക്കാ 16:23 ധനവാനായിരിക്കുന്ന ഇടത്തിൽ കഷ്ടത അനുഭവിക്കുന്നത് പറയുന്നു. 24 വാക്യത്തിൽ അനുഭവിക്കുന്ന കഷ്ടതയെപ്പറ്റി പറയുന്നുണ്ട്. വായിച്ചു നോക്കണം സഹോദരങ്ങളെ. ആ കഷ്ടതയ്ക്ക് ആശ്വാസമേകാൻ ലാസറിനെ വിടാൻ അബ്രാഹാമിനോട് ധനവാൻ അപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അബ്രാഹാം പറയുന്ന മറുപടി ശ്രദ്ധിക്കൂ. ലൂക്കാ 16:26 ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കുകയില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരാനും സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആത്മാക്കൾക്ക് 2 ഇടങ്ങളുണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമല്ലേ? ദാനിയേലിൻ്റെ പുസ്തകം 12 വാക്യത്തിൽ പറയുന്നത് കേൾക്കൂ: നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും അന്ന് ഉണരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കായും ഉണരും. പൊടിയിൽ കിടക്കുന്നത് ഭൗതിക ശരീരമാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ശരീരവും ആത്മാവും കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. 1 തെസ്സലോനിക്കർ 4:16-17 കേൾക്കൂ: കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവിച്ചിരിക്കുന്നവരായ നാം മുമ്പേ ഉയർത്തെഴുന്നേറ്റവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. ഇവിടെ പറയുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കും. ഈ ഭൂമിയിൽ യേശുവിൻ്റേതല്ലാതെ ആരുടെയെങ്കിലും കല്ലറ ഒഴിഞ്ഞുകിടക്കുന്നുണ്ടോ? അന്വേഷിച്ചു നോക്കണം സഹോദരങ്ങളെ, കാണില്ല. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടവർ 1ഉം 2ഉമല്ല, 500-ലധികം പേരാണ്. പൗലോസ് 1 കൊരിന്ത്യർ 15:6 പറയുന്നു, ശ്രദ്ധിക്കും: അതിനുശേഷം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കവരും ഇന്നുവരെ ജീവനോടെ ഇരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. യോഹന്നാൻ 14:18 യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും എന്ന്. യോഹന്നാൻ 14:2-3 യേശു പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു വീണ്ടും വരുമെന്ന് ഇതിൽ പരം എന്തു തെളിവ് വേണം? പക്ഷേ ആ കൊണ്ടുപോകലിൽ ആരെല്ലാം ഉണ്ടാകും? സൃഷ്ടാവായ ദൈവം, യോഹന്നാൻ 3:16 പറഞ്ഞിരിക്കുന്നവർ മാത്രം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പിതാവിൻ്റെ ആ സ്നേഹം സ്വീകരിച്ച് പുത്രനിൽ വിശ്വസിച്ച് കൽപ്പനകൾ പാലിച്ചാൽ യേശുവിനോടൊത്ത് നമുക്കൊരു ശാശ്വത ജീവിതമുണ്ട്. പിന്നീട് അങ്ങോട്ട് വായിച്ചാൽ വിശ്വസിക്കാത്തവർക്ക് ശിക്ഷാവിധിയുണ്ടെന്ന് നമുക്ക്
വ്യക്തമാക്കി തരുന്നു. യോഹന്നാൻ 18:36 യേശു പീലാത്തോസിനോട് യേശുവിൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുന്നു. യേശുവിൻ്റെ ദൈവരാജ്യം എങ്ങനെ സ്ഥാപിക്കുമെന്ന് വെളിപാടിൽ പറയുന്നുണ്ട്. അതിൻ്റെ അർഹതയുള്ളവരെയും വെളിപാട് വായിച്ചാൽ മനസ്സിലാക്കാം. വായിച്ചു നോക്കണം സഹോദരങ്ങളെ. ക്രിസ്തുവില്ലാത്ത മരണാനന്തര ജീവിതത്തിന് ഒരു പ്രതീക്ഷയുമില്ല. ക്രിസ്തുവിൽ വിശ്വസിച്ച നമ്മുടെ ഉറ്റവരും ഉടയവരും മരിച്ചാൽ എന്നെങ്കിലും നമുക്ക് അവരെ വീണ്ടും കാണാം എന്ന് ഓർക്കാം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണാനന്തര ജീവിതം ദൈവത്തോടൊപ്പമുള്ള നിത്യജീവിതമാണ്. ദൈവം നമുക്ക് നൽകിയ സ്വതന്ത്ര ഇച്ഛാശക്തി ഉപയോഗിച്ച് അവസാന ദിവസം നാം എവിടെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പുകളാണ്. ഭാവി എന്തായിരിക്കുമെന്നോ എല്ലാം എങ്ങനെ അവസാനിക്കുമെന്നോ ഭയപ്പെടുന്നുണ്ടെങ്കിൽ താൻ ഉടൻ മടങ്ങി വരുമെന്നും വെളിപാടിൽ പറയുന്ന പോലെ വിശുദ്ധ നഗരം തന്നോടൊപ്പം കൊണ്ടുവരുമെന്നുമുള്ള യേശുവിൻ്റെ വാഗ്ദത്തത്തെ നാം ഓർക്കുക. നമ്മുടെ ശാശ്വത ഭവനത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ യേശു മടങ്ങി വരുന്ന ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.